നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം നോക്കാം. എന്താണ് പറയുന്നത്? ഒരു എൻജിൻ ഫ്യൂൽ പമ്പുണ്ട്. ഈ എൻജിൻ ഫ്യൂൽ പമ്പ്, ഇത് റിപ്പയറിൻ്റെ ക്വസ്റ്റ്യനാണ്. എൻജിൻ ഫ്യൂൽ പമ്പ് നമുക്ക് ഓരോ 3 മണിക്കൂറിലും റീപ്ലേസ് ചെയ്യേണ്ടി വരും 90% കേസുകളിലും. എല്ലാ തവണയും ചെയ്യേണ്ട 90% കേസുകളിൽ നമ്മൾ 3 മണിക്കൂറിൽ റിപ്പയർ ചെയ്യേണ്ടി വരും. റിപ്പയർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലോഗ് നോർമൽ എന്ന് തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്. വാട്ട് MTTR ഷുഡ് ബി അച്ചീവ് ടു മീറ്റ് ദിസ് ഗോൾ? നമ്മൾ എത്ര MTTR വേണം, മീൻ ടൈം ടു റിപ്പയർ, എത്ര സമയത്തിനുള്ളിൽ റിപ്പയർ ചെയ്യണം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യും? നമുക്ക് എന്താ പറയുക, ആദ്യം നമുക്ക് ഒന്ന് റിലയബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാം. ലോങ് നോർമലിൻ്റെ കാര്യത്തിൽ എന്താണ് ലോങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ റിലയബിലിറ്റി എന്താണ് ഫോർമുല? RT = 1 - 5 1/s എന്താണ് ln T/T മീഡിയൻ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഏതിൽ? റിലയബിലിറ്റി വരുമ്പോൾ നമ്മൾ ഫിസിക്കൽ ആയിട്ട് കോൺസെപ്ച്വലായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരു ഗിവൺ ടൈമിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് റിലയബിലിറ്റി. കൂടുതൽ ലാസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, ഗ്രേറ്റർ ദാൻ എന്നൊരു കോൺസെപ്റ്റാണ് വരുന്നത്. മറിച്ച് ഇവിടെ റിപ്പയറബിലിറ്റി എന്ന് പറയുമ്പോഴോ ഒരു ഗിവൺ ടൈമിനേക്കാളും കുറച്ച് സമയം കൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്യണം. കുറച്ച്, അവിടെ ലെസ് ദാൻ എന്ന് പറയുന്നത്. അവിടെ റിലയബിലിറ്റിയിൽ ഗ്രേറ്റർ ദാൻ ടൈം ടീക്കുള്ള പ്രോബിലിറ്റി, റിപ്പയറബിലിറ്റിയിൽ ലെസ് ദാൻ ടൈം ടീക്കുള്ള പ്രോബിലിറ്റിയാണ്. അപ്പോൾ എന്ത് വ്യത്യാസം വരുന്നത്? നമ്മൾ റിലയബിലിറ്റി ഫംഗ്ഷൻ ഇങ്ങനെ എഴുതും, പക്ഷേ റിപ്പയറബിലിറ്റി ഫംഗ്ഷൻ ആണെങ്കിലോ ഞാനിപ്പോൾ അതിന് HT എന്നാണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 - ഈ ഹോൾ തിങ് ആയിരിക്കില്ലേ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? 5 - 1/s ln T/T മീഡിയൻ എന്ന് മാത്രമാവും. ഇവിടെ ഗ്രേറ്റർ ദാൻ ടൈം ടീയും ഇവിടെ ലെസ് ദാൻ ടൈം ടീയും വേണ്ട. പ്രോബിലിറ്റി അല്ല, ഇപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1 വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഇതാണ് നമ്മുടെ ഫോർമുലയായിട്ട് വരുന്നത് റിപ്പയറബിലിറ്റി ഫംഗ്ഷൻ്റെ. അപ്പോൾ നമുക്ക് എന്താണ് ഇവർ തന്നിരിക്കുന്നത്? നമുക്ക് ഓരോ 3 മണിക്കൂറിലുമാണ്. ആദ്യം നമുക്ക് T മീഡിയൻ എന്താണെന്ന് നോക്കാം. T മീഡിയൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 50% സമയത്തും 50% കോമ്പണൻസ് മാറ്റി വയ്ക്കേണ്ട സമയം. ഇതിപ്പോൾ എന്താ 50% അല്ല 50% വരുമ്പോഴാണ് T മീഡിയൻ പറയുന്നത്. ഇവിടെ എന്താ ഡേറ്റ് തന്നിട്ടുള്ളത്? 90% അക്കോർഡിംഗ് ആയിട്ടുള്ള ഡേറ്റാണ് തന്നിരിക്കുന്നത്. അത് 3 മണിക്കൂറാണ് തന്നിട്ടുള്ളത്. അതായത് ഇത് T മീഡിയൻ അല്ല 3 hours, ഇത് T ആണ്. T 3 hours. നമുക്ക് എന്തായാലും ഫോർമുല എഴുതാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. HT = 5 × 1/s ln T/T മീഡിയൻ എന്ന് ഞാൻ എഴുതി. ഇത് റിപ്പയറബിലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ എത്ര തവണ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോബബിലിറ്റി അല്ലേ? നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ റിലയബിലിറ്റി ഒരു പ്രോബിലിറ്റിയാണ്. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? 90% സമയത്ത് എന്ന് തന്നിട്ടുണ്ട്, അതൊരു പ്രോബിലിറ്റിയാണ്. അപ്പോൾ എന്താ 0.9 എന്ന് എഴുതാം. നമുക്ക് 0.9 സമയത്തും 0.9 അതായത് 90% സമയത്തും 5 × 1/s തന്നിട്ടുണ്ട്. എന്താ 0.45 ln ഈ 90% സമയത്തും 3 മണിക്കൂറിനുള്ളിൽ അതാണ് T. 3/T മീഡിയൻ. T മീഡിയൻ എത്രയാണ്? T മീഡിയൻ അവർ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ T മീഡിയൻ എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇപ്പോൾ നമുക്കിതിൽ അൺനോൺ ആയിട്ടുള്ള T മീഡിയനാണ്. അപ്പോൾ T മീഡിയനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കിട്ടിയെന്ന് ഒരിക്കലും പറയാം. നമുക്ക് ഓരോ 3 മണിക്കൂറിലും 90% കേസസിലാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്താ നമ്മൾ 0.9 ഇത് പ്രോബബിലിറ്റി ഇവിടെ എഴുതി, ഈ T ഇവിടെ എഴുതി. T മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? 50% കേസസിൽ എത്ര സമയത്ത് മാറ്റി വയ്ക്കേണ്ടി വരുന്നു, അതാണ് T മീഡിയൻ. അപ്പോൾ സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു ഒബ്സർവേഷൻ ആണ് കേട്ടോ, ഈ പ്രോബ്ലമായിട്ട് റിലേറ്റഡ് അല്ല. T = T മീഡിയൻ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? T = T മീഡിയൻ ഇവിടെ 1 വന്നേനെ. ഇവിടെ വന്നാൽ ln 1 എന്തോ ആയേനെ? 0 ആയേനെ. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയേനെ. 5 എത്രയാണ്? 0.5 എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് എന്തായേനെ? 50% ആയേനെ. അതുതന്നെയല്ലേ നമ്മൾ ആ നോർമൽ ചാർട്ടിൽ എടുത്ത് നോക്കുമ്പോഴേ കിട്ടുന്നത്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.5 അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ 50% പ്രോബബിലിറ്റിയാണ് ഉള്ളതെങ്കിൽ T = T മീഡിയൻ ആയിരിക്കും. അതാണ് T മീഡിയൻ്റെ കോൺസെപ്റ്റ് തന്നെ. 50% പ്രോബബിലിറ്റിയിൽ വരുന്ന T എത്രയാണ്? അതാണ് T മീഡിയൻ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്ന ഒബ്സർവേഷൻ. നമുക്ക് തിരിച്ച് പ്രോബ്ലത്തിലേക്ക് വരാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ T മീഡിയനാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇതൊരു സൈഡിൽ ഐസൊലേറ്റ് ചെയ്യാം. 1/0.45 ln 3/T മീഡിയൻ എന്ന് ഞാൻ എഴുതി. ഇനി 0.9 വരുന്നത് എവിടെയാണ് നോക്കുക? നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ചോ പറഞ്ഞിരുന്നത്
ഈ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഏതാണ് നമുക്ക് ആവശ്യം? ലെസ് ദാൻ വരുന്നതാണ് നമുക്ക് ആവശ്യം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ലെസ് ദാൻ വരുന്ന ഡേറ്റയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ലെസ് ദാൻ 0.9 വരണം അല്ലേ? ലെസ് ദാൻ 0.9 വരണം. ലെസ് ദാൻ 0.9 വരണമെങ്കിൽ ഏതാണ്ട് ഇവിടെ ആയിട്ട് വരണം. 0.9 നമുക്കറിയാം, ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് 0.5, പകുതിയാണെങ്കിൽ 0.5 ആയിരിക്കും ലെസ് ദാൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ഏരിയ, 0.5നേക്കാളും കൂടുതൽ ഏരിയ വേണം, ഒരുപാട് ഏരിയ വേണം. അപ്പോൾ ലെസ് ദാൻ വേണം. അപ്പോൾ എന്തായാലും ഈ സൈഡിൽ വരാൻ പറ്റത്തില്ല. ഈ സൈഡിൽ വന്നാൽ 0.5നേക്കാളും കുറച്ചല്ലേ കിട്ടൂ, ലെസ് ദാനില്ലേ. അപ്പോൾ ഇടത്തോട്ടല്ലേ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ തന്നെ വരയ്ക്കണം. ഈ സൈഡിൽ വരയ്ക്കുമ്പോൾ ലെസ് ദാൻ നമുക്ക് ഒരുപാട് ഏരിയ കിട്ടും, ലെഫ്റ്റിലോട്ട് ഒരുപാട് ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് വരുന്ന കറസ്പോണ്ടിങ് ഇസഡ് റൈറ്റ് സൈഡിലാണെന്ന് മനസ്സിലായി, ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിലാണെന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് ലെസ് ദാൻ 0.9 ആയിരിക്കണം എന്നാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ഒരു റീജിയൺ ആയിരിക്കണം 0.9 വരേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ കയ്യിരിക്കുന്ന ചാർട്ട് ഏതാ? ഗ്രേറ്റർ ദാൻ ചാർട്ടാണ് എൻ്റെ കയ്യിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇത് മൊത്തം 0.9 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 0.1 ആയിരിക്കും. ഇത് മൊത്തം 0.9 ആണെങ്കിൽ ഇത് 0.1 ആയിരിക്കില്ലേ? അപ്പോൾ 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാൻ എൻ്റെ ചാർട്ടിൽ ഞാൻ എടുക്കാൻ പോവുകയാണ്. 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇതാ കിട്ടി, 0.4602. സോറി, തെറ്റിപ്പോയി. നമ്മൾ റിവേഴ്സ് പ്രോസസ് ചെയ്യുന്നത് 0.9 ഏരിയ വരണം. 0.9 ഏരിയ വരുന്ന രീതിയിലുള്ള എക്സ് കോർഡിനേറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, മാറിപ്പോയി. അപ്പോൾ ഇവിടെ 0.9 ഏരിയ വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 0.1 ഏരിയ വരണം. ഇവിടെ 0.1 ഏരിയ വരുന്ന രീതിയിലുള്ള എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ റിവേഴ്സ് പ്രോസസ് ചെയ്യുന്നു. നേരത്തെ പോലെ അല്ലല്ലോ. നേരത്തെ 5 വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. ഇപ്പോൾ നമുക്ക് 5 വാല്യൂ ഉണ്ട്, ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 0.1 നമ്മൾ തപ്പണം. ഇവിടെ 0.1 തപ്പുമ്പോൾ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? നമുക്കൊരു 1.28 ഏതാണ്ടൊരു 0.1 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 0.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാ? 1.28. അപ്പോൾ എനിക്ക് എന്താ എഴുതാൻ പറ്റും? ഇവിടെ 1.28 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ ഈ 5 ഇൻവേഴ്സ് എടുത്ത്, ഇവിടെ 5 എടുത്ത് കളഞ്ഞ് ഇവിടെ എഴുതി, ഇവിടെ 0.9ൻ്റെ 5 ഇൻവേഴ്സ് എടുത്തു. അപ്പോൾ എനിക്ക് 1.28 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്താ കണ്ടുപിടിക്കണം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ഈ റേസ് ടു ഒക്കെ എടുത്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനൊക്കെ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ടി മീഡിയൻ കിട്ടും. ടി മീഡിയൻ എനിക്ക് കിട്ടുന്ന വാല്യൂ 1.686 ഹവേഴ്സാണ് എനിക്ക് കിട്ടുന്ന വാല്യൂ. ഈ ടി മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് MTTR കണ്ടുപിടിക്കാമല്ലോ. MTTRൻ്റെ ഫോർമുല എന്താണ്? ടി മീഡിയൻ ഇൻറ്റു e⁻²/2. എസ് നമുക്കറിയാം, ടി മീഡിയൻ നമുക്കറിയാം. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.686 ഇൻറ്റു e⁻². എത്രയാണ്? 0.45. 0.45² ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് MTTR കിട്ടും. MTTR തന്നെയല്ലേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതെ, വാട്ട് MTTR ഷുഡ് ബി അച്ചീവ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ MTTR ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലംസൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇടുന്നെങ്കിൽ ഏതെങ്കിലും പുതിയ ടോപ്പിക് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പാറ്റേണിലുള്ള പ്രോബ്ലം കിട്ടിയാൽ മാത്രമേ ഇടുകയുള്ളൂ. ബാക്കി കുറച്ച് തിയറി നോക്കാനുള്ളത് പല ചാപ്റ്റേഴ്സിലും പാർട്ട് എയിൽ ചോദിക്കാൻ പറ്റിയ തിയറി ഉണ്ട്. അത് ടെക്സ്റ്റ് വായിച്ച് നോക്കിയാൽ കിട്ടും. പിന്നെ ഏറ്റവും മെയിനായിട്ട് വരുന്ന മോഡ്യൂൾ 5 കോസ്റ്റിൻ്റെ ഒരു പാർട്ടുണ്ട്. റിലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്നൊരു പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ റിലയബിലിറ്റി മാനേജ്മെൻറ്റ് മെയിനായിട്ട് തിയറിയാണ്. അപ്പോൾ അത് ടെക്സ്റ്റ് നോക്കണം. പിന്നെ കോസ്റ്റിലും കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ടെക്സ്റ്റ് നോക്കണം. ബാക്കി എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് പ്രോബ്ലം നോക്കാം.